മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്ന പൂർവികരുടെ ശാപങ്ങൾ, കടങ്ങളെല്ലാം ദൈവം ക്ഷമിക്കുന്നതിനും കരുണ കാണിക്കുന്നതിനും വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള വചനങ്ങളും പ്രാർത്ഥനയും ഷെയർ ചെയ്യുകയാണ്. എസ്രായുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 6-ഉം 7-ഉം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കു മീതെ ഉയർന്നിരിക്കുന്നു, ഞങ്ങളുടെ പാപം ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യരാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തോട് ഈ വചനം പറഞ്ഞ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ കർത്താവെ മാപ്പും പ്രതി യാചിക്കുന്നു, ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് മോചനം തരും. അടുത്ത വചനം യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവെ, ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പൂർവികരെയും ബന്ധിക്കുന്ന അസത്യത്തിൻ്റെയും അനീതിയുടെയും പാരമ്പര്യ കടത്തിൻ്റെയും ബന്ധനങ്ങളും ദുരാത്മാക്കളും യേശുനാമത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യോഹന്നാൻ 8:32. അടുത്ത വചനം യോഹന്നാൻ 8:36. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും. അപ്പോൾ ഈ വചനം നമ്മുടേതായിട്ട് പ്രാർത്ഥിക്കണം. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ സ്വതന്ത്രരാകും. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിലും പാരമ്പര്യത്തിലൂടെയും കടന്നു വരുന്ന അശുദ്ധാരൂപികൾ, കടങ്ങൾ, പൈശാചിക പീഡകൾ, ശാപക്കെട്ടുകൾ, പൂർവ്വകടങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. യോഹന്നാൻ 8:36. അപ്പോൾ 1, 2, 3 വചനങ്ങൾ കേട്ടു. എസ്രാ 9-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം, യോഹന്നാൻ 8:32, യോഹന്നാൻ 8:36. 3-ാമത്തെ വചനമാണ് സങ്കീർത്തനം, 4-ാമത്തെ വചനമാണ് സങ്കീർത്തനം 79:8. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. അങ്ങനത്തെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ വചനത്തിൽ ഇത് പറയുന്നത്, അല്ലേ? അപ്പോൾ 4-ാമത്തെ ഈ വചനം സങ്കീർത്തനം 79:8. ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവ്, ഏതെങ്കിലും അശുദ്ധി, അനീതി, വ്യഭിചാര പ്രവൃത്തികൾ, മ്ലേച്ഛതകൾ, ആഭിചാര കെട്ടുകൾ, മന്ത്രവാദം, ക്ഷുദ്രപ്രയോഗങ്ങൾ, അന്യദൈവ ആരാധനകൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കൈക്കൂലി, കരിഞ്ചന്ത, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ നുണപ്രസ്താവനകളും അസത്യം, തിന്മകൾ ഞങ്ങളുടെ പൂർവികരുടെ ജീവിത രീതിയിൽ നിലനിൽക്കുകയോ അപ്രകാരമുള്ള തിന്മകൾ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടുകയോ അപ്രകാരമുള്ള വഴികളിലൂടെയുള്ള വരുമാന മാർഗങ്ങളോ സമ്പത്തോ ഞങ്ങളുടെ കുടുംബത്തിലോ തലമുറകളിലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തല ഉയർത്താനാവാത്ത തരത്തിലുള്ള തകർച്ചകൾ, വിവാഹ തടസ്സങ്ങൾ, കടബാധ്യതകൾ, ജപ്തി ബാധ്യതകൾ, അപമാന ഭാരങ്ങൾ, തൊഴിൽ നഷ്ടങ്ങൾ, അകാല മരണങ്ങൾ, ഇങ്ങനെയൊക്കെ ഞങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ തുടരെയുള്ള അപകടങ്ങൾ, തുടരെയുള്ള രോഗങ്ങൾ, പിന്തുടരുന്ന പാരമ്പര്യ രോഗങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്പർദ്ധകൾ, ഭിന്നതകൾ, ശത്രുപീഡകൾ, അവയെല്ലാം യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ എന്ന് നിങ്ങളുടേതായ ഭാഷകളിൽ തന്നെ ഈ വചനങ്ങൾ 4 വചനങ്ങൾ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് 33 പ്രാവശ്യം 21 ദിവസം ഇന്ന് തന്നെ തുടങ്ങിക്കോ, പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിക്കോ. വലിയ അത്ഭുതം മാറ്റമുണ്ടായി നടന്ന് എന്ന് ശുദ്ധീകരണാത്മാക്കൾ കയറിപ്പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസുകൾ അയക്കാവുന്നതാണ്. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. കാരണം പുറപ്പാട് 20:6 പറയുന്നുണ്ട്, നമ്മുടെ ദൈവം കരുണയാണ്. അതുകൊണ്ട് ശിക്ഷയും ശാപവും പൂർവ്വകടവും ഓർത്ത് കുറ്റബോധത്തിൽ ഇരിക്കണ്ട. 1000 തലമുറകൾ വരെ കരുണ കാണിക്കും. പുറപ്പാട് 20:6. ഈ കരുണയാണ് യേശുവിലൂടെ ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എസ്രാ 9:6-7
പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം, ഇവിടെ എല്ലാം ഈ വചനങ്ങളും ഈ സങ്കീർത്തനം 79:8 ഈ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുക. ബ്രദർ പിന്നെയും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലരെന്നോട് പറയാറുണ്ട്, ബ്രദറെ ഞങ്ങൾ കണ്ണൂരാണ്, ഞങ്ങൾ കാസർഗോഡാണ്, ഞങ്ങൾ തിരുവനന്തപുരത്താണ്, അപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഇതിൽ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആവർത്തിച്ചൊന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ എന്ന്. പിന്നെ പറയുന്നത് ദൈവവചനമാണല്ലോ, വീണ്ടും പറയുമ്പോൾ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വീണ്ടും കേൾക്കുന്നത് വഴി ഒരു ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇവരെ, ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ പൂർവികരെ, അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലി പരിഹാരം ചെയ്യുകയാണ്. ഈ 33 പ്രാവശ്യം വെച്ച് 21 ദിവസം, അല്ലെങ്കിൽ 21 പ്രാവശ്യം വെച്ച് ഇനിയുള്ള 33 ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരു നേരമെങ്കിലും ഉപവാസം എടുത്ത് അതൊരു പ്രാശ്ചിത്തമായിട്ട് കാഴ്ചവെച്ച് ഏതെങ്കിലും പാവപ്പെട്ടവരെ ഒരു നിയോഗം വെച്ച് സഹായിക്കുകയൊക്കെ ചെയ്യുക. കുർബാനയിൽ സമർപ്പിച്ച് ഈ ദിവസങ്ങളിൽ മുടങ്ങാതെ വിശ്വകുർബാനയിൽ കൂടെ പങ്കെടുക്കാൻ സാധിച്ചാൽ ഇരട്ടി ശക്തിയായി ഈ ദിവസങ്ങളിൽ മരിച്ചവർക്കും പൂർവികർക്കും വേണ്ടി വിശ്വകുർബാനയിൽ നിങ്ങൾ കുമ്പസാരിച്ചൊരുങ്ങി കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ദുശീലങ്ങൾ, ക്രമക്കേടുകൾ, അടിക്കടിയുള്ള തകർച്ചകൾ, ജോലി അന്വേഷിക്കാനുള്ള മടി, വീട്ടിൽ കയറി ഇരിക്കുന്ന അവസ്ഥകൾ, ഇതുപോലെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാമെന്ന് 9 വർഷമായിട്ട് കയറിയിരിക്കുന്ന 2 കേസുകളുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. 2 കേസുകൾ 9 വർഷത്തിലധികമായിട്ട് 2 കേസുകൾ ശരിയായി. 2 കുടുംബം 2 ദിക്കിൽ നിന്ന് വന്നതാണ്. ഇത് ശരിയായി. ഒരു സഹോദരി പറഞ്ഞത് എങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 10 കൊല്ലമായി വീട്ടിലൊരു ഹോമിയോ മരുന്ന് പോലും മേടിക്കേണ്ടി വന്നില്ല. മറ്റത് എപ്പോൾ നോക്കിയാലും അസുഖമായിരുന്നു. അപ്പോൾ ചില മേഖലകളൊക്കെ ഇങ്ങനെയുണ്ട്. അത് നമുക്ക് എല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ബുദ്ധിയെ പൂർണ്ണമായിട്ട് ദൈവത്തിൽ അടിയറ വെച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം തരണമേ. പാരമ്പര്യ കടങ്ങൾ, കെട്ടുകൾ, പൂർവ്വകടങ്ങൾ, തലമുറ ശാപങ്ങൾ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. പുറപ്പാട് 20:6 വചനത്തിൻ്റെ അഭിഷേകം 1000 തലമുറകൾ വരെ കരുണ കാണിക്കുന്ന ആ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറട്ടെ. കർത്താവേ, ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഹാലേലുയ ഞങ്ങളിൽ നിറയട്ടെ, ഈ പ്രാർത്ഥിക്കുന്നവരിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തഴക്കദോഷങ്ങളോ പാപബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഉപേക്ഷിക്കാനും തെറ്റുകൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. ഉറച്ച തീരുമാനമെടുക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഏതെങ്കിലും നിരപരാധികളുടെ കണ്ണുനീരുകൾ ഞങ്ങളോ ഞങ്ങളുടെ പൂർവികരോ കുടുംബാംഗങ്ങളോ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, ഓഹരികളൊക്കെ ഭാഗം വെക്കുമ്പോഴൊക്കെ നിരപരാധികൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൂടുതൽ സംസാരിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ അവർക്ക് എതിർക്കാൻ കഴിവില്ല, അങ്ങനെയുള്ളവരെയൊക്കെ പറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കർത്താവെ പരിഹാരം ചെയ്ത് വചനം വെച്ച് പ്രാർത്ഥിക്കാനും ഇന്നു മുതൽ പരിഹാരം ചെയ്ത് നേർച്ചകൾ, വിശുദ്ധ കുർബാന, ഗ്രിഗോറിയം മാസ്, ദാനധർമ്മങ്ങൾ, ദരിദ്രർക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ, പ്രാശ്ചിത്ത പ്രവൃത്തികൾ, പ്രാർത്ഥനകൾ, ദശാംശങ്ങൾ ഇവയിലൂടെ നിറവേറ്റിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിച്ചേ. ഹാലേലുയ. ദൈവമേ, ഞങ്ങളാലാവുന്ന രീതിയിൽ നിറവേറ്റാൻ ഞങ്ങൾക്ക് വഴികൾ തരണമേ. ഈ ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രാശ്ചിത്ത തീരുമാനങ്ങൾ നിറവേറ്റാൻ കൃപ നൽകണമേ. സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയുടെ ശുശ്രൂഷകളെ, പ്രേക്ഷിത വേലകളെ, വചന ശുശ്രൂഷകളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, സഹായിക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ കമൻസുകൾ അയക്കുക, ഷെയർ ചെയ്യുക. ഇത് പ്രയോജനപ്രദമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ തുടർച്ചയായുള്ള വീഡിയോകൾ, പ്രോഗ്രാമുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.